ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഒരു ഫിഷ് മസാലയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ മീൻ കറി ചെയ്യുന്നതിനൊക്കെ കുറച്ചൊരു വ്യത്യാസമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫിഷ് മസാല ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് മസാല റെഡിയാക്കാനായിട്ട് ഒരു 1/2 കിലോ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ആദ്യം മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചെറിയ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം പൊടിച്ചിട്ടുള്ളതാണ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. രണ്ടും കൂടെ അത്ര മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ മതിയാകും. എന്നിട്ട് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൽ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല ആക്കുന്ന പോലെ നല്ലോണം മിക്സാക്കി മസാലയൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. പിന്നെ കുറച്ച് കഷ്ണം മീനാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, ഒരു കുറുമ ടേസ്റ്റിലൊക്കെ ചെയ്യുന്നതല്ലേ. ഇത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കുക. നമ്മൾ ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. മീൻ ഫ്രൈ ചെയ്യാന്ന് പറയുമ്പം ഒരുപാട് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറിയിലേക്ക് ഇടുന്ന സമയത്ത് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ 2 ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. പിന്നെ ഒരു 5 മിനിറ്റ് കറിയിൽ കിടന്നിട്ട് തിളയ്ക്കുകയും ചെയ്യുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഫ്രൈ ആയിക്കോളും. ഒരു സൈഡ് ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. മീൻ ഇവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ഇത്തിരിയും കൂടെ എണ്ണ ചൂടാക്കി എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കുക. വളരെ ചെറുതാക്കണമെന്നില്ല, നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാനുള്ള ലാസ്റ്റ്. അപ്പോൾ ഒന്നങ്ങ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മീൻ ഇവിടെ കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉള്ളി വഴറ്റുന്ന ഈ സമയത്ത് ഇതിലേക്കൊരു 3 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നും വേണ്ട. അതും കൂടെ ചേർത്തിട്ട് വേണം വഴറ്റാനായിട്ട്. 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുക്കുന്നുണ്ട് കേട്ടോ. ഇതോടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പൊട്ടുകടലയ്ക്ക് പകരം നമ്മൾ കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി വറുത്തത്, അതുണ്ടെങ്കിലും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കാഷ്യൂ ഉണ്ടെങ്കിൽ ഒരു 3-4 കാഷ്യൂ ഇട്ട് കൊടുക്കുക. നമ്മളെ ഗ്രേവി നല്ലൊരു ടേസ്റ്റായിട്ട് നല്ല കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 4-5 ടേബിൾ സ്പൂൺ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ആ ഒരു തേങ്ങയ്ക്ക് ഒരുപാട് വറവാകൊന്നും വേണ്ട, ആ പൊട്ടുകടല മല്ലിയൊക്കെ ഒന്നങ്ങ് വറവായി കിട്ടിയാൽ മതി. ഏകദേശം 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നല്ലോണം ചൂടാറാനായിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുക. ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലൊരു പേസ്റ്റാക്കി മാറ്റി വെക്കുക. ഇനി കറി റെഡിയാക്കാനായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ചെടുത്താണ്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. 2-3 പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലൊരു പച്ചമണം ഒന്നങ്ങ് മാറി വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്തതാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി തക്കാളിയിലത്തെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലോണം അങ്ങ് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. തക്കാളി അരച്ചൊഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ. ആ ഒരു പച്ചച്ചവ ഒന്ന് മാറി കിട്ടണം. ആ ഒരു വെള്ളം അങ്ങ് വറ്റിയിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ ആവണം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഈ സമയത്ത് ചേർക്കുന്നില്ല. മല്ലിയൊക്കെ നമ്മൾ തേങ്ങ വറുത്തതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, തേങ്ങ പൊട്ടുകടലൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നല്ലോണം അങ്ങ് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെക്കണ്ട, തീ ഒന്നും കുറച്ച് വെച്ചിട്ട് നല്ലോണം അങ്ങ് തിളച്ച് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പോലെ ആവട്ടെ. അപ്പോഴേക്കും നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക.
ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ട് കഴിയുമ്പോൾ ഇതുപോലെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അത് ഈ ഒരു മസാലയിലേക്ക് മൊത്തത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മസാല കൊണ്ട് ഇതിൻ്റെ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തെടുക്കാം. മീനിലേക്ക് ആ ഒരു മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെറിയ തീയിലിരിക്കട്ടെ കേട്ടോ. അപ്പോഴാണ് അത് നല്ല ആ ഒരു മീനുമായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ആ സമയത്ത് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബട്ടർ നല്ലോണമൊക്കെ മെൽറ്റായി ഇങ്ങനെ 2-3 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതിലേക്കൊരു 1 കപ്പ് നല്ല തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് പാകത്തിന് ഗ്രേവി എത്ര വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല മീനൊന്നും പൊട്ടാത്ത രീതിയിൽ നല്ലോണം അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയുടെ ഇല ഒന്നങ്ങ് ചൂടാക്കിയിട്ട് ഇതുപോലെ കയ്യിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നല്ല ഫ്ലേവർ കിട്ടുക കേട്ടോ. നല്ലൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും കറിക്ക് കിട്ടുക. ഈ ഒരു കസൂരി മേത്തിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ എത്രത്തോളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമ്മൾ ആ വെള്ളം ഒഴിച്ച സമയത്ത് പാകത്തിന് പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് ഗ്രേവി വേണ്ട, അത്യാവശ്യം ഒന്ന് കുറുകിയിരിക്കുന്ന ഒരു കുറുമ പോലെയാണ് ഇത് വേണ്ടത് നമുക്ക്. ഹോട്ടൽ സ്റ്റൈലൊക്കെ ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ. എന്നിട്ടിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറി കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുകും കേട്ടോ. കാരണം അണ്ടിപ്പരിപ്പ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ട പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നെയ്ച്ചോറ് ഇതും കൂടെ വരുന്ന സമയത്തൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മസാല റെസിപ്പിയാണിത്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്